സാറേ, ആ ഓമനയുടെ കണ്ണം തെറ്റിയപ്പോ ഞാൻ ജനാല വഴിയും നോക്കി. അനക്കയ്ക്ക് ചെറിയ പുരോഗതി ഉണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. മരണം കാത്തു കിടക്കുന്നവള് രക്ഷപ്പെടുവോ? അങ്ങനെ എനിക്ക് തോന്നുന്നത്. അവൾ ഒരിക്കലും ഉയർത്തെഴുന്നേക്കാൻ പാടില്ല. അങ്ങനെ വന്നാ എന്റെ കള്ളക്കളികളെല്ലാം പൊളിയും. അവൾ അവളുടെ മോളെയും കൂട്ടി പോയി കഴിഞ്ഞാ എന്റെ ഭാര്യ അവളുടെ പിന്നാലെ ചെല്ലും. എന്നിട്ട് ആരാണ് അച്ഛനെന്നൊക്കെ ചോദിക്കും. ആ സമയത്ത് അവള് സത്യം പറഞ്ഞ അതോടുകൂടി എന്റെ കുടുംബജീവിതം അങ്ങ് തകരും. ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ സാറേ. സാറിന്റെ മുത്തച്ഛനും ഏട്ടനും ഒക്കെ ഏർപ്പാടാക്കിയ ആളുകൾ ഇടയ്ക്കിടയ്ക്ക് റോന്ത് ചുറ്റുന്നുണ്ട്. അതാ കുഴപ്പം. സാറിനാവുമ്പോ അങ്ങോട്ട് പോകാൻ പറ്റുമല്ലോ. ഞാൻ അങ്ങോട്ട് പോകരുതെന്ന് വിലക്കിയിട്ടുണ്ട്. എങ്കിലും ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അത് ലംഘിച്ച് പോകാതിരിക്കാൻ പറ്റില്ല. സാറേ, ഇടയ്ക്ക് ആ ഓമന തുണി നനച്ചിടാൻ പോകുന്നുണ്ട്. അടുക്കളയിലെ ജോലിയൊക്കെ കഴിഞ്ഞാൽ അവര് തുണി നനയ്ക്കാൻ പോകുന്നത് 10-11 മണിക്ക് ശേഷം അവര് കുറെ സമയത്തേക്ക് ടെറസിലായിരിക്കും. അവൾ എഴുന്നേറ്റിട്ടൊന്നുമില്ലല്ലോ. ഏയ്, അത്രയ്ക്കൊന്നും ആയിട്ടില്ല. ഒന്ന് സൗകര്യത്തിന് കിട്ടിക്കഴിഞ്ഞാ പണി പറ്റിക്കാം. ശരിയടാ, ഇനി ബാക്കിയൊക്കെ ഞാൻ നോക്കിയോളാം. എന്നെ കണ്ടിട്ട് കുറെ ആയാലോടി. നീ ഇപ്പൊ കുറെ കൂടി മെച്ചപ്പെട്ടിട്ടുണ്ടല്ലോ. കൈയും കാലും ഒക്കെ അനങ്ങാൻ തുടങ്ങിയോ? കോമ സ്റ്റേജ് മാറിയോ? ചലനശേഷിയൊന്നും അധികം കിട്ടിയിട്ടില്ല. എന്നാലും മുഖത്തൊരു പ്രസരിപ്പ് വന്നിട്ടുണ്ട്. രക്തയോട്ടം കൂടിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നിലയ്ക്കണ്ടേ? ഇനി ഒരുത്തി ഉണ്ടല്ലോ ഇവിടെ കൂട്ടിന്. അവളവിടെ നീ ജീവിച്ചിരിക്കുന്നത് എനിക്ക് അപകടവാടി. മരിച്ചു എന്ന് കരുതിയവളാ അന്ന് ജീവിച്ചു വന്നത്. ഇനി അത് പാടില്ല. ഏയ്, ഒന്നുമില്ല. ഞാൻ വെറുതെ ഒന്ന് കാണാനായിട്ട് വന്നതാ. നിങ്ങൾ മോളെ എന്തെങ്കിലും ചെയ്തോ? ഞാനോ? ഞാൻ എന്ത് ചെയ്യാനാ? ഞാനും കൂടെ വന്നതേ ഉള്ളൂ. അപ്പം മുതൽ അവള് ചുമച്ചോണ്ടിരിക്കുന്നു. മോൾക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. മോള് മെച്ചപ്പെട്ട് വരികയായിരുന്നു. നിങ്ങളോട് ഇങ്ങോട്ട് വരരുതെന്ന് നിങ്ങളുടെ ഏട്ടനും ഏട്ടത്തിയൊക്കെ പറഞ്ഞതല്ലേ? എന്നാലും എനിക്ക് വരാതിരിക്കാൻ പറ്റുമോ? അതുകൊണ്ട് വന്നതാ. ഇടയ്ക്കിടയ്ക്ക് എനിക്ക് അനക്കയുടെ കാര്യങ്ങളൊക്കെ അറിയണ്ടേ. എന്നാ ശരി, ഞാൻ പോയിട്ട് വരാം. എന്ത് പറ്റി മോളെ? മോളെ എന്തെങ്കിലും ചെയ്തായിരുന്നോ? അവൻ എന്തോ ചെയ്തിട്ടുണ്ടല്ലോ. പേടിക്കണ്ട മോളെ, ഞാൻ നയനമോളെ വിളിച്ച് വിവരം പറയാം. ഞാൻ നിന്നെ കാത്തിരിക്കുമായിരുന്നു. നീ എന്തിനാ അനക്കയുടെ വീട്ടിലേക്ക് പോയത്? അത് പിന്നെ അവക്ക് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി പോയതാ. അതറിയാനുള്ള ആകാംക്ഷയുണ്ട് നിനക്ക്. ചത്തോ ജീവിച്ചോന്ന് അറിയാൻ പോയതാണോ അതോ കൊല്ലം പോയതോ? എന്തായിട്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? നിന്നോട് പറഞ്ഞില്ലേ നീ ആ വീടിന്റെ പരിസരത്തേക്ക് പോയതെന്ന്? വലിയൊരു സത്യം മറച്ചു പിടിച്ചാ ഇവിടെ പലരും നടക്കുന്നേ. അതെന്റെ ചേച്ചിയുടെ ജീവിതം തകരുമെന്നുള്ള ഒറ്റ കാരണം കൊണ്ടാ. എന്നുവെച്ച് നിന്റെ പോക്ക് ശരിയല്ലെങ്കിൽ പറയേണ്ടവരോട് എല്ലാം ഞാൻ പറയും. എടത്തി, എന്തൊക്കെ പറഞ്ഞാലും എന്റെ കുഞ്ഞിന്റെ അമ്മയല്ലേ അവള്. അപ്പൊ അവളുടെ ആരോഗ്യസ്ഥിതി അറിയാൻ എനിക്ക് ആകാംക്ഷ ഉണ്ടാവില്ലേ? നിനക്ക് ഒരു ആകാംക്ഷയില്ല. അനക്ക മരിച്ചോ ഇല്ലയോ എന്നറിയാനാ നീ അവിടെ പോകുന്നത്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നീ കാരണം അനക്കയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാ നിന്റെ ഈ വീട്ടിലെ ജീവിതം അവസാനിക്കുമെന്ന് മാത്രമല്ല, ഇനിയുള്ള കാലം മുഴുവൻ നിനക്ക് ജയിലിൽ കിടക്കേണ്ടി വരും. എടത്തി, അതേപ്പറ്റിയൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാവുന്നുണ്ട്. ഞാൻ അടങ്ങി ഒന്നി തന്നെ ഇപ്പൊ ജീവിക്കുന്നത്. അങ്ങനെ അടങ്ങി ഒതുങ്ങി ജീവിക്കുന്ന നീ എന്തിനാടാ അങ്ങോട്ട് പോയത്? ആദർശേട്ടനും മുത്തശ്ശനൊക്കെ നിന്നോട് പറഞ്ഞിട്ടില്ലേ അങ്ങോട്ട് പോയതെന്ന്? ഞാനങ്ങനെ പോവാറില്ലായിരുന്നു. പിന്നെ ഇന്ന് ആ വഴി പോയപ്പോ ജസ്റ്റ് ഒന്ന് കയറി നോക്കിയെന്നേ ഉള്ളൂ. നിർത്തിക്കോ നിന്റെ ഈ നാടകം. ഒരു ജന്മം മുഴുവൻ അനുഭവിക്കേണ്ട വേദനകളൊക്കെ അനഘ അനുഭവിച്ചു കഴിഞ്ഞു. ഇനിയിപ്പം മരണത്തിനും ജീവിതത്തിനും ഇടയ്ക്ക് കുറച്ച് നാളുകൾ മാത്രമാ അനഘയ്ക്കുള്ളത്. അത്രയും നാള് അവള് സമാധാനത്തോടെ ഒന്ന് കിടന്നോട്ടെ. നിന്റെ മുഖം കാണുന്നത് ആ കുട്ടിക്ക് ചിന്തിക്കാൻ കഴിയാത്ത കാര്യ. ഇപ്പൊ ചന്തുമോള് നന്നായിട്ട് ജീവിക്കുന്നതിന്റെ ഒരു ആശ്വാസം മാത്രമേ അനഘയ്ക്കുള്ളൂ. അതിനിടയില് ആ കുഞ്ഞിനെ സ്വന്തം മകളായിട്ട് അംഗീകരിക്കാത്ത നീ ചന്തുമോൾക്ക് അമ്മ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാ അങ്ങോട്ട് പോരുതെന്ന് പറഞ്ഞത്. നീ പോയിക്കോ. എന്താ ഇവിടെ? ഏയ്, ഒന്നുമില്ല. നീ അവനോട് ചൂടാവുമായിരുന്നോ? എന്താടി നയനെ? ഏയ്, ഒന്നുമില്ല. ഇവിടെ ഓരോരുത്തർക്കേ എന്റെ അബിയെ ഉപദേശിക്കാനും വഴക്കു പറയാനും ഒക്കെ നല്ല മിടുക്ക. എന്നാ സ്വന്തം ഭർത്താവിനെ ഉപദേശിച്ച് നീ നന്നാക്കരുത്. ചേച്ചിയുടെ പാട് നോക്കി പോവാൻ നോക്ക്. ഞാനിപ്പൊ ഈ വീടിന്റെ രീതികൾ അനുസരിച്ച് ജീവിക്കുന്ന കൂട്ടത്തില. ഇവിടേക്ക് നമ്മൾ വരുമ്പോഴുള്ള അവസ്ഥ അറിയാലോ. അന്ന് ഞാനും നീയൊക്കെ കീരിയും പാമ്പുമായിരുന്നു. വീണ്ടും അതിലേക്കൊന്നും കാര്യങ്ങൾ കൊണ്ട് എത്തിക്കരുത്. നിനക്ക് നിന്റെ ഭർത്താവ് വലിയ സത്യവാനൊക്കെ ആയിരിക്കും. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ വീട്ടിലെ വിഷവിത്ത് അങ്ങേര് തന്നെയാ. അബി, എന്താ നിനക്കൊരു പതർച്ച പോലെ? പതർച്ചയോ? അല്ല, ഞാനെന്തിനാ പതർന്നേ? അതാ ഞാൻ ചോദിച്ചത്, എന്തിനാ നീ പതർന്നേന്ന്. എന്താ നിനക്ക് വേണ്ടത്? നിന്നോട് എന്താ നയന സീരിയസ് ആയിട്ട് സംസാരിച്ചത്? ഞാൻ അങ്ങോട്ട് വന്നപ്പോഴേക്കും രണ്ടാള് സംസാരം നിർത്തിയല്ലോ. അതോ, നീ ഉപദേശിക്കുന്ന പോലെ അവരെ ഞാനൊന്ന് ഉപദേശിക്കാൻ ശ്രമിച്ചതാ ആ ചന്തുമോളുടെ കാര്യത്തില്. അതെ, അവക്കതപ്പം ഇഷ്ടപ്പെട്ടില്ല. വെറുതെ ഉപദേശവുമായിട്ട് നടന്നാ ഉള്ള ജോലി കൂടെ പോകുന്ന അവള് പറഞ്ഞത്. അതായത് ഞാനിപ്പോ അവിടെ സ്റ്റാഫാണല്ലോ, അതുകൂടെ കളയിക്കുമെന്ന്. അവൾ അങ്ങനെ പറഞ്ഞോ? ഇനിയിപ്പോ അത് ചോദിക്കാനൊന്നും പോണ്ട. എനിക്കിഷ്ടമല്ല വീട്ടിനകത്ത് എന്റെ പേര് പറഞ്ഞ് വഴക്കുണ്ടാക്കുന്നത്. അവൾക്കൊരു കുഞ്ഞ് ജനിക്കാൻ പോകുന്ന അറിഞ്ഞിട്ടും ചന്തുമോളോടുള്ള അവളുടെ സ്നേഹത്തിന് ഒരു കുറവും വന്നിട്ടില്ല. അതെന്താന്ന് എനിക്ക് മനസ്സിലാവാത്തെ. അല്ല, ഇനി ചന്തുമോൾ ആദർശേട്ടന്റെ കുട്ടിയല്ലേ? അല്ലെങ്കിൽ പിന്നെ ആരുടെ കുട്ടിയാ? ആദർശേട്ടന് തെറ്റു പറ്റിയിട്ടുണ്ടാവില്ലെന്ന് അവള് പറഞ്ഞുകൊണ്ടിരിക്കുന്നേ. ഇനി മറ്റാരെങ്കിലും ആയിരിക്കും ആ കുട്ടിയുടെ അച്ഛൻ. അത് ആദർശേട്ടനെ ഏറ്റെടുത്തതാണെങ്കിലോ? നിന്നെ പോലെയല്ല നിന്റെ അനിയത്തി. അവർക്കേ കുറച്ചുകൂടി സഹനശക്തിയുണ്ട്. ഇന്ന് ഏട്ടത്തേക്കുണ്ടായ സകല നേട്ടങ്ങൾക്കും കാരണം ആദർശേട്ടനാ. അവരിന്ന് പേരെടുത്തൊരു ഡിസൈനർ ആയിട്ടുണ്ടെങ്കിൽ, മികച്ച ശമ്പളം വാങ്ങുന്നുണ്ടെങ്കിൽ അതിനൊക്കെ പിന്നിൽ ആദർശേട്ടനല്ലേ? അങ്ങനെയുള്ളപ്പോ അങ്ങേര് ചെയ്ത ഒരു തെറ്റ് അവർക്ക് ക്ഷമിക്കാവുന്നല്ലേ ഉള്ളൂ. മറ്റെന്താണേലും ക്ഷമിക്കാം. പക്ഷെ സ്വന്തം ഭർത്താവിന് മറ്റൊരു സ്ത്രീയിൽ ഒരു കുഞ്ഞുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാ ഏതെങ്കിലും പെൺകുട്ടികൾക്ക് താങ്ങാൻ പറ്റൂടാ? അത്യാഗ്രഹ മനസ്സുള്ളവർക്ക് താങ്ങാൻ പറ്റും. നിന്റെ അനിയത്തി പണത്തിന്റെയും പ്രശസ്തിയുടെയും പിന്നാലെയാ. ഇനിയിപ്പോ ചന്തുമോളുടെ കാര്യം പറഞ്ഞ് ഇവിടുന്ന് വഴക്കിട്ട് പോയാൽ അതൊക്കെ നഷ്ടപ്പെടുമെന്ന് അവർക്കറിയാം. അതുകൊണ്ടാ അവരിവിടെ പിടിച്ചു നിൽക്കുന്ന തന്നെ, കടിച്ചു തൂങ്ങുന്ന തന്നെ. എന്റെ ഏട്ടനെന്ന് പറയുന്നവൻ ഇല്ലാത്ത കുറ്റങ്ങളൊക്കെ എന്റെ തലയിൽ ചാരി എന്നെ തരം താഴ്ത്തിക്കൊണ്ടിരിക്കുക. അറിഞ്ഞല്ലോ നീ? നോർത്ത് കേരള മുഴുവൻ ഇനി അനിയുടെ അണ്ടറിലാവും. എത്ര ജോലികൾ ഉണ്ട് നമുക്ക്. അതിൽ ഒരെണ്ണത്തിന്റെ മേൽനോട്ടം എനിക്ക് തന്നൂടെ? നീ കഴിവ് തെളിയിക്കാത്തോണ്ടാ നിനക്ക് തരാത്തത്. കഴിവ് തെളിയിക്കാൻ ഒരു അവസരം തരണ്ടേ? എന്നാലേ തെളിയിക്കാൻ പറ്റൂ. ആദർശ് ചെയ്ത തെറ്റിന്റെ വലിപ്പം വെച്ച് നോക്കിയാ അവന് മൂർത്തിസ് ഗ്രൂപ്പിന്റെ MD ആയിട്ടിരിക്കാൻ എന്തെങ്കിലും അർഹതയുണ്ടോ?
അതുകൊണ്ടായിരിക്കും മെല്ലെ മെല്ലെ എല്ലാ അധികാരങ്ങളും അനിയിലേക്ക് കൈമാറ്റം നടത്തുന്നത്. അത് നിന്റെ ഏട്ടന്റെ തീരുമാനമൊന്നും ആയിരിക്കില്ല, മുത്തശ്ശനായിരിക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക. പിന്നെ ആദർശേട്ടനെ നടപ്പിലാക്കിയല്ലേ പറ്റൂ. അപ്പോഴും എന്നോട് എന്താ മുത്തച്ഛന് കനിവുണ്ടാവാത്തത്? അത് മുത്തശ്ശനോട് തന്നെ ചോദിക്കണം. നിനക്ക് സ്ഥാനമാനങ്ങളൊക്കെ തന്ന സമയത്ത് നീ കമ്പനിയുടെ പേര് മോശമാക്കിന്നാ ഇതിനെപ്പറ്റി ഞാൻ മുത്തശ്ശിയോട് ചോദിച്ചപ്പോ എനിക്ക് കിട്ടിയ മറുപടി. ആദർശേട്ടനെ വലിയൊരു തെറ്റ് ചെയ്തോണ്ട് മാത്ര ഇപ്പൊ ഞാൻ നിന്റെ കൂടെ നിൽക്കുന്നത്. അല്ലെങ്കിലും നീ അത്ര വലിയ പുണ്യാളനൊന്നും അല്ലെന്ന് എനിക്കറിയാം. അപ്പൊ പിന്നെ നയനെ ആ ചന്തുമോളുടെ വിഷയം സംസാരിക്കുമ്പോ നീ അവളുടെ മുന്നിൽ ഒരുപാട് അങ്ങ് ചൂളണ്ട. അവിടെ നമ്മുടെ ഭാഗത്താ ശരി. അതുകൊണ്ട് ഉള്ള ജോലി പോകുന്ന കരുതി ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ പറയാതിരിക്കണ്ട. കോൾ ലിസ്റ്റ് എടുത്തായിരുന്നോ? എടുത്തു മാഡം. ഇതിനകത്ത് നിന്നും ഒരുപാട് കോളുകൾ അവിക്ക് പോയിട്ടുണ്ട് മാഡം. അതാണ് ഞാൻ നോക്കുന്നത്. അവന് ജ്വല്ലറി ആയിട്ട് ബന്ധമുള്ളതുകൊണ്ട് അങ്ങനെ വിളിച്ചതാണെന്ന് പറയാൻ പറ്റും. അതിലുപരി മറ്റൊരു നമ്പറിലേക്ക് ഒരുപാട് വിളിച്ചിട്ടുണ്ടല്ലോ, അത് ആരുടെയാണെന്ന് ചെക്ക് ചെയ്തോ? യെസ് മാഡം, അത് സ്വർണ്ണ ബിസ്ക്കറ്റുമായി ബന്ധപ്പെട്ട ഒരാളിന്റെ. അയാൾ നേരത്തെ പല കേസിലും അകത്തായിട്ടുണ്ട്. ഗൾഫിൽ നിന്ന് സ്വർണം കൊണ്ടുവന്ന കേസുകളാണ് കൂടുതലും. ഈ സ്വർണ്ണപ്പണിക്കാരൻ കൂടുതൽ വിളിച്ചിരിക്കുന്നത് അഭിയെയും അയാളെയുമാ. പിന്നെ ആദർശേട്ടനെ കുറച്ച് വിളിച്ചിട്ടുണ്ട്. അത് മൂർത്തീസ് ജ്വല്ലറിയുടെ MD ആയതുകൊണ്ട് വിളിച്ചത്. അതുപോലെ അനന്തപുരിയിലുള്ള മറ്റാണുങ്ങളെയും വിളിച്ചിട്ടുണ്ട്. ഏതായാലും ഈ സ്വർണ്ണ ഇടപാടുകാരനെ കസ്റ്റഡിയിൽ എടുത്തു കഴിഞ്ഞാൽ അയാളിൽ നിന്നും പല വിവരങ്ങളും കിട്ടിയേക്കും. 2020 ആക്സിഡന്റോ ക്ലെയിമോ എന്തെങ്കിലും? ആക്സിഡന്റ് ഒന്നും. താനൊന്ന് സ്റ്റേഷൻ വരെ വരണം. എന്താ കാര്യം? അതൊക്കെ സ്റ്റേഷനിൽ ചെന്നിട്ട് പറയാം. ഇങ്ങോട്ട് വാ. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് അറിയണമെന്നുണ്ട്. സ്വർണ്ണക്കടത്തോ? മാഡം, ഞാൻ ജുവലറികളിൽ സ്വർണം സപ്ലൈ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതുവരെ കള്ളക്കടത്ത് നടത്തിയിട്ടില്ല. അതിന്റെ വിശദാംശങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാം. ഇപ്പൊ താമെന്ന് വണ്ടിയിലോട്ട് കയറ്. ഞാൻ എന്റെ വണ്ടിയിൽ സ്റ്റേഷനിൽ വന്നാ പോരെ മാഡം? പോരാ, ഇതൊരു വലിയ മാഫിയയാ. ഇതിനിടയിൽ അവരെയൊക്കെ വിവരം അറിയിച്ചിട്ട് തലപ്പത്തേക്ക് നീയൊക്കെ വിളിക്കും. പിന്നെ ഇതുപോലെ കൊണ്ടുപോയി നിന്നെ ഒന്നും ചോദ്യം ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ബലപ്രയോഗത്തിനൊന്നും അവസരം ഉണ്ടാക്കാതെ മാന്യമായിട്ട് വന്ന് കയറാൻ നോക്ക്. മാഡം, ഇതുവരെ എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. ഉണ്ടാവില്ല. റോഡിൽ അസമയത്ത് ചില അപകടങ്ങൾ നടക്കാറുണ്ട്. അർദ്ധരാത്രി കഴിഞ്ഞ സമയങ്ങളിൽ കാറുകളൊക്കെ ആക്സിഡന്റിൽപ്പെട്ട് ആൾക്കാർ മരിക്കാറുണ്ട്. പലപ്പോഴും അതേപ്പറ്റി അന്വേഷിക്കുമ്പോ സ്വർണവും കുഴൽപ്പണവും ഒക്കെ കടത്തിയ വാഹനങ്ങളാണെന്ന് അറിയാറുണ്ടെങ്കിലും അതേപ്പറ്റി പിന്നീട് വലിയ അന്വേഷണങ്ങളൊന്നും വരാറില്ല. ഇത്തരം മാഫിയകളെ എല്ലാവർക്കും പേടിയാ. എന്നല്ലേ, എനിക്ക് അങ്ങനെയുള്ള പേടിയൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ കേസ് ഏറ്റെടുത്തത്. ഇനി നാളെ എന്റെ ജീവൻ പോവുകയാണെങ്കിലും അതിനു മുൻപ് എന്നെ കൊണ്ട് കഴിയുന്നതൊക്കെ സമൂഹത്തെ അറിയിച്ചിട്ടേ ഞാൻ പോകത്തുള്ളൂ. അതുകൊണ്ട് മര്യാദയ്ക്കൊന്ന് വണ്ടി കയറ്. തെളിവുകൾ മുഴുവൻ നിങ്ങൾക്കെതിരാണ്. ഇനി ഇതിനകത്തുള്ള കണ്ണികൾ ആരൊക്കെയാണെന്നാണ് അറിയേണ്ടത്. മൂർത്തീസ് ജ്വല്ലറിയുടെ ലേബലിൽ കിലോ കണക്കിന് കള്ള സ്വർണ്ണമാണ് ഡിസൈൻ ചെയ്ത് പുറത്തിറക്കിയിരിക്കുന്നത് വിത്തൌട്ട് ബില്ലിൽ. ഈ സ്വർണം എവിടുന്ന് വന്നു? അത് വ്യക്തമായിട്ട് അറിഞ്ഞേ പറ്റൂ. മറ്റു പ്രതികളെയും വ്യക്തമാണ്. എല്ലാം അറിഞ്ഞു വെച്ചിട്ടാണ് ഈ ചോദിക്കുന്നതെന്ന് മനസ്സിലാക്കിക്കോ. ഉടൻ തന്നെ മൂർത്തീസ് ജ്വല്ലറിയിലെ മെയിൻ സ്വർണ്ണപ്പണിക്കാരൻ കസ്റ്റഡിയിലാവും. അയാൾ പറയുന്ന മൊഴിയും താൻ പറയുന്ന മൊഴിയും ഒന്നായിരിക്കണം. അല്ലെങ്കിൽ പിന്നെ ശരീരം നോവും. എത്ര പിടിപാടുള്ളവനാണെങ്കിലും ഈ കേസിൽ നിന്ന് രക്ഷപ്പെടില്ലെന്ന് മാത്രമല്ല, നിന്നെയൊക്കെ കാളും പണവും സ്വാധീനവുമുള്ള മൂർത്തീസ് ജ്വല്ലറിയുടെ MDയും മൂർത്തി സാറും ഉൾപ്പെടെ നിഷ്പക്ഷമായ അന്വേഷണം നടത്താൻ പറഞ്ഞിരിക്കുക. എന്തായാലും അവർക്ക് മുകളിൽ നിനക്കും നിന്റെ ഗ്യാങ്ങിനും പിടിപാടുണ്ടായിരിക്കില്ലല്ലോ. അതുകൊണ്ട് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തുറന്ന് പറയുന്നതാ നല്ലത്. എന്തെങ്കിലും മറച്ചു വെക്കാൻ ശ്രമിച്ചാൽ ചോദ്യം ചെയ്യുന്ന രീതി മാറും. പറയടോ മര്യാദയ്ക്ക്. ഇത് ചെറിയൊരു ഡോസാ. ചേട്ടന് ഇതൊന്നും വലിയ പരിചയമില്ലാന്ന് തോന്നുന്നു. അതുകൊണ്ടാ ഇത്ര നിലവിളിച്ചത്. ഇനി ഡോസ് കൂട്ടുന്നതിന് മുൻപേ മര്യാദയ്ക്കുള്ള എല്ലാം തുറന്നു പറഞ്ഞോ. വള്ളി പുള്ളി തെറ്റാതെ തുടങ്ങിക്കോ. മാഡം, ഞാൻ പറയാം.